ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു തിയറി ഇൻവെൻറ്റ് ചെയ്തത്? മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു കൈനറ്റിക് മോളിക്കുലാർ തിയറി പ്രപ്പോസ് ചെയ്തത്. അത് ഗ്യാസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് മാക്സ്വെൽ അതേപോലെ ബോൾട്സ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി അല്ലെങ്കിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറിൻ്റെ പോസ്റ്റുലേറ്റ് എന്നാണ് പറയുന്നത്. 7 പോസ്റ്റുലേറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവറി ഗ്യാസ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾ. എല്ലാ ഗ്യാസുകളും എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എവറി ഗ്യാസ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അതാണ് അവർ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അപ്പോൾ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും അഥവാ കൂട്ടിയിടിക്കും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന എല്ലാ കൊളീഷൻസും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അതാണ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതാണ് നാലാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അവിടെ മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല? ഒരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ പോസ്റ്റുലേറ്റ് ആണ്, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇതിങ്ങനെ തന്നെയാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നാലാമത് പറഞ്ഞിട്ടുള്ളത് ദർ ഇസ് നോ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തില്ല? ഒരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഇല്ല. ദെൻ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വോളിയം ഓക്യുപ്പൈഡ് ബൈ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. നമ്മളൊരു ചാമ്പർ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറഞ്ഞത്? വോളിയം ഓക്യുപ്പൈഡ് ബൈ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം. ഓക്കെ, നമ്മളൊരു വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നമ്മുടെ വീടാണ്, അതിലുള്ള ആളുകളാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിനെ കമ്പയർ ചെയ്യുന്നത്, വീടിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ വീട് മൊത്തമായിട്ട് നമ്മൾ എടുക്കും അല്ലേ, വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിൽ നിൽക്കുന്ന വീട്ടിലുള്ള ആളുകൾ ചേർന്ന് നിന്നാൽ ആ വീടിൻ്റെ അത്രയും ഉണ്ടാവുമോ അതിൻ്റെ വോളിയം? ഇല്ലല്ലോ, വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത് വോളിയം ഓക്യുപ്പൈഡ് ബൈ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. അപ്പോൾ നമ്മൾ ഗ്യാസ് എടുത്തിട്ടുള്ള ടോട്ടൽ ചാമ്പറിൻ്റെ വോളിയം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതാണ് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്. ദെൻ സിക്സ്ത് വൺ പറയുന്നത് പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ വാൾ. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഗ്യാഷ്യസ് മോളിക്യൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസിനെ തന്നെ പോയി ഇടിക്കും, അതേപോലെ ഈ കണ്ടെയ്നറിൻ്റെ വാളിനും പോയിട്ട് ഇടിക്കും അല്ലേ? ആ ഒരു വാളിലിടിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ആ ഗ്യാസിന് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ആറാമത്തെ പോസ്റ്റുലേറ്റ്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് ഇൻ വാൾ. അതാണ് സിക്സ്ത് പോസ്റ്റുലേറ്റ്. ദെൻ സെവൻത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് 3/2 R എന്ന് പറയുന്ന ഒരു ടേം. ദാറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 nRT. ഇതെങ്ങനെയാണ് വരുന്നത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ദെൻ അതേപോലെ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത്, ഒരു മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 kBT ആണ്. അപ്പോൾ അതും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വരുന്ന സ്ലൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിൻ്റെ പോസ്റ്റുലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 കാര്യങ്ങളാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഒന്നാമത്തേത് എവറി ഗ്യാസ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഒരു ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൈന്യൂട്ടായിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലായിരിക്കും. അവർക്ക് തോന്നുന്ന ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റിലായിരിക്കും അവരുണ്ടാവുക. അതാണ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? പരസ്പരം കൂട്ടിയിടിക്കും. അങ്ങനെ ഇടിക്കുന്ന എല്ലാ കൊളീഷൻസും, ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അങ്ങനെ അവർ മൂവ് ചെയ്യാൻ കാരണം എന്താണ്? അതിനിടയിൽ ഒരു ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? റാൻഡം മോഷൻ നടത്തുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ പറയുന്നത് വോളിയം ഒക്യുപ്പൈഡ് ബൈ എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. നമ്മൾ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ദെൻ ആറാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ വാളിൽ കൊളൈഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ആ ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ 7 പോസ്റ്റുലേറ്റ് ക്ലിയർ ആണോ? അപ്പം ഈ 7 പോസ്റ്റുലേറ്റ് പഠിച്ചു വെക്കാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മിസ്റ്റർ എലനോവോസ് പ്രഷർ കിറ്റ്. മിസ്റ്റർ എലനോവോസ് പ്രഷർ കിറ്റ്. ഈ എം എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂൾസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നാമത്തേൽ. ആർ എന്ന് പറയുന്നത് റാൻഡം മോഷനാണ്. ഇ എൽ എ എന്ന് പറയുന്നത് എന്താണ്? ഇലാസ്റ്റിക് ആണ് എന്നുള്ളതാണ്. എൻ ഒ എന്ന് പറയുന്നത് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ആണ്. വി ഒ എന്ന് പറയുന്നത് വോളിയമാണ്. പി എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ തന്നെ. ദെൻ കെ ഇ ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളതാണ്. കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 പോസ്റ്റുലേറ്റും കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് അടുത്ത സെഷനിൽ വരുന്നുണ്ട്. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ. ദെൻ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റുലേറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അതിനെ പറയുന്ന പേരാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു 1/3 NM c² എന്ന് പറയുന്നതാണ്. അതിൽ പി എന്ന് പറയുന്നത് പ്രഷറാണ്, വി എന്ന് പറയുന്നത് വോളിയമാണ്, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ മോളിക്യൂൾ ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. പിന്നെ അവിടെ ഉള്ള ഒരു ടേമാണ് ഈ സി എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. അപ്പം എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ സി എന്ന് പറയുന്നത് ആ ഒരു വെലോസിറ്റി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പി വി ഇസ് ഈക്വൽ ടു 1/3 NM c² എന്ന് പറയുന്നതാണ്. ഓക്കെ ആണോ? ദെൻ എങ്ങനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഇനി പറയുന്നത്. അതിൽ നമുക്കറിയുന്ന ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു 1/3 NM c² എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരു 1 മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ഗ്രാം മോൾ എന്ന് പറയുന്നത് 1 മോൾ തന്നെയാണ്. 1 മോൾ ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് എഴുതിക്കൂടെ? പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് എഴുതാം. ഒരു മോളാണെങ്കിൽ അവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു RT എന്ന് എഴുതിക്കൂടെ? ഇനി നമ്മൾ n ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഇവിടെ പി വി ഇസ് ഈക്വൽ ടു 1/3 NM c² ആണെന്ന് നമുക്കറിയാം. സോ അതെന്ന് പറയുന്നത് 1 മോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 1/3 NM c² ഈക്വൽ ടു RT എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ജസ്റ്റ് 2/2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 2 2 ക്യാൻസൽ ആയി പോകില്ലേ? അപ്പോൾ നമുക്ക് 2/2 കൊണ്ട് അഥവാ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും അവിടെ വരില്ലല്ലോ.
എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 2/3 ഇൻറ്റു 1/2 NmC² ഈക്വൽ ടു RT എന്ന് എഴുതുകയാണ്. ഓക്കെ, നമുക്കറിയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² അല്ലേ? ആണോ? ഹാഫ് mv² എന്ന് പറയുന്നതാണ് കൈനറ്റിക് എനർജി. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അത്രയും പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ പെർ മോളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എത്രയാണോ അതിൻ്റെ എമൗണ്ട് അത് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/2 NmC² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിന് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ ഒരു 2/3 എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തോട്ട് പോകും. ദാറ്റ് ഈസ് 3/2 RT എന്ന് എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 RT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? മനസ്സിലായി. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ n മോൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 nRT എന്ന് എഴുതും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. ക്ലിയർ? അപ്പോൾ നമ്മൾ n മോൾസിനുള്ളത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ രണ്ട് ഗ്യാസിൻ്റെ മിക്സ്ചർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സെയിം ടെമ്പറേച്ചറിലുള്ള രണ്ട് ഗ്യാസിൻ്റെ മിക്സ്ചർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ there is no rise or decrease in temperature unless both react chemically. ഈ രണ്ട് ഗ്യാസുകൾ തമ്മിൽ കെമിക്കലി റിയാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല? നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ആ രണ്ട് ഗ്യാസ് മിക്സ്ചറുകളും കൂടെ എടുത്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ഇല്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ഷൻ ചിലപ്പോൾ എൻഡോതെർമിക് ആവാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം. എൻഡോതെർമിക് ആണെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഹീറ്റ് അവിടെ നിന്ന് എടുക്കും. എക്സോതെർമിക് ആണെങ്കിൽ ആ ഒരു ചാമ്പറിലോട്ട് ഹീറ്റ് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന സമയത്തും എടുക്കുന്ന സമയത്തുമാണ് എന്ത് ചെയ്യുക? ടെമ്പറേച്ചറിൽ റൈസോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാവുക. അപ്പം ആ ഒരു ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യൂല? ടെമ്പറേച്ചറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പെർ മോളിക്യൂൾ നോക്കുകയാണ്. പെർ മോളിക്യൂൾ നോക്കുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 3/2 RT ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്നാലല്ലേ ഒറ്റൊന്നിൻ്റെ കിട്ടുള്ളൂ അല്ലേ? നിങ്ങളൊരു കടയിൽ പോയിട്ട് അവർ നിങ്ങളോട് പറയാണ് 10 മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 100 രൂപയാണ്. 10 മാങ്ങ എടുക്കുകയാണെങ്കിൽ 100 രൂപ ആണെങ്കിൽ ഒരു മാങ്ങക്ക് എത്രയാണ് വരിക? 100/10 അല്ലേ? അതേ രൂപത്തിലാണ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എടുക്കുക. ടോട്ടൽ മോളിക്യൂൾസിനെ കൊണ്ട് അതിൻ്റെ കൈനറ്റിക് എനർജിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 3/2 K ഇൻറ്റു ടി. ഇവിടെ ഒരു സ്മോൾ ആക്കിയിട്ട് KB എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യലുണ്ട് കേട്ടോ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടി അവിടെ വെച്ചു. പിന്നെ അവിടെ ആര് മാത്രമാണ്? R/N എന്ന് പറഞ്ഞ ടേം അല്ലേ? R/N എന്ന് പറഞ്ഞ ടേം അല്ലേ ഇവിടെ K എന്ന് പറഞ്ഞു വരുന്നത്? ആണോ? ഈ ഒരു ടേം അല്ലേ ഇവിടെ കാണാതുള്ളത്? K എന്ന് പറഞ്ഞത് വരുന്ന സമയത്ത് R/N കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു K ഈസ് ഈക്വൽ ടു R/N എന്ന് പറയുന്നതാണ് എന്ത്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് അഥവാ K എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
അപ്പോൾ നമ്മൾ 1 മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ R/N എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആറിൻ്റെ വാല്യൂവും എന്നിൻ്റെ വാല്യൂവും കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ആ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.38 ഇൻറ്റു 10⁻16 എർഗ് പെർ കെൽവിൻ പെർ മോൾ എന്നാണ് നമ്മൾ CGS സിസ്റ്റത്തിൽ പറയുക. ദെൻ അത് SIയിലാണെന്നുണ്ടെങ്കിൽ 1.38 ഇൻറ്റു 10⁻23 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് കിട്ടിയത് മനസ്സിലായോ? ഗ്യാസ് കോൺസ്റ്റന്റിനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ്. അതെ. അപ്പോൾ നമ്മൾ 1 ഗ്രാം മോൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ്? R/N എന്ന് പറയുന്നത് NA ആണ്. ഓക്കെ, ആ NA എന്ന് പറയുന്നതും R നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ആൻസർ വരിക? കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഗ്യാസ് ഈസ് ഈക്വൽ ടു 3/2 C ആണ്. 3/2 RT ആണ് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഗ്യാസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഏതാ വരിക? ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഏതാ വരിക? ജൂൾ പെർ കെൽവിനിലാണ് തന്നത്. ഇതെന്താണ്? ജൂളിലാണ്. എർഗിലാണെങ്കിലാണ് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഈ ഒരു ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കെങ്കിലും? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതെങ്ങനെയാണ് റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം റിയൽ ഗ്യാസ് ബിഹേവിയർ, അതായത് ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്യാസ് ഇത്രയും നേരം ഐഡിയൽ ഗ്യാസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യണം. അതേപോലെ എല്ലാ ഗ്യാസ് ലോസും, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, അങ്ങനത്തെ എല്ലാ ലോസുകളും ആ ഗ്യാസ് ഒബേ ചെയ്യണം. അതേപോലെ അതെന്തും ചെയ്യണം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും ഒബേ ചെയ്യണം. എപ്പോൾ? അറ്റ് ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഗ്യാസും എന്ത് ചെയ്യുന്നില്ല? ആ ഒരു കണ്ടീഷൻസ് എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ചില വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റാണ്. അതൊരു റിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അത് എല്ലാ കണ്ടീഷൻസും ഒബേ ചെയ്യുന്ന ഗ്യാസുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ റിയൽ ഗ്യാസസ് ആണ്. അത് ചില പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമാണ് എന്ത് കാണിക്കുക? ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഇനി ഈ ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നമ്മൾ എപ്പോഴാണ് കാണുക? ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണുക ഹൈ ടെമ്പറേച്ചറിലും അതേപോലെ ലോ പ്രഷറിലുമാണ്. എപ്പോഴാണ്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഈ ഒരു ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും കാണിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, ദെൻ ഞാൻ
പ്രഷറും വോളിയവും തമ്മിലുള്ള ഒരു കർവ് വരയ്ക്കുകയാണ്. ആരുടെ കർവാണ് വരയ്ക്കുന്നത്? ഹൈഡ്രജൻ്റെ കർവാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ വോളിയം ഉണ്ട്, വൈ ആക്സിസിൽ പ്രഷർ ഉണ്ട്. അപ്പോൾ പ്രഷർ വോളിയം കർവ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വരയ്ക്കുന്നത് ഏതിൻ്റെതാണ്? ഏത് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ വോളിയം കർവ് വരയ്ക്കുന്നത്? ബോയിൽസ് ലോ വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ വോളിയം കർവ് വരയ്ക്കുന്നത്. അപ്പം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലല്ലേ ആ ഒരു കർവ് കിട്ടുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഐഡിയൽ ഗ്യാസിൻ്റെ കർവ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി. പക്ഷേ നമ്മൾ റിയൽ ഗ്യാസ് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ആ ഒരു കർവ് വന്നത്. കറക്റ്റ് എന്തിൻ്റെ മുകളിലൂടെയല്ല, ഐഡിയൽ ഗ്യാസിൻ്റെ കർവിൻ്റെ മുകളിലൂടെയല്ല ആ ഒരു ബ്ലൂ കർവ് വന്നിട്ടുള്ളത്. ചെറിയൊരു വ്യത്യാസം കാണുന്നില്ലേ? അപ്പം ഈ ഒരു വ്യത്യാസമാണ് അവിടെ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ളൊരു ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷന് മനസ്സിലായി എല്ലാ ഗ്യാസും, ഹൈഡ്രജൻ അടക്കം എല്ലാ ഗ്യാസും എന്ത് ചെയ്യുന്നില്ല, ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല. അതിൽ നിന്നും ചെറിയ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇവിടെ ഹൈ പ്രഷർ ഉണ്ട്, അതേപോലെ ലോ പ്രഷർ ഉണ്ട്. ഈ ഒരു പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈ പ്രഷറിലാണോ ലോ പ്രഷറിലാണോ ഗ്യാസ് കൂടുതൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? ലോ പ്രഷർ. ലോ പ്രഷറിലാണ് ഈ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ, ഐഡിയൽ ഗ്യാസിൻ്റെ കർവുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിൽക്കുന്നത്. ഹൈ പ്രഷറിൽ എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പി വി കർവ് നമുക്ക് മനസ്സിലായി. ലോ പ്രഷറിലാണ് എന്ത് ചെയ്യുക, റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുണ്ടാവുക എന്ന് മനസ്സിലായി. അതേപോലെ ഈ കർവ് എന്ന് മനസ്സിലായ മറ്റൊരു കാര്യമാണ്, ഈ ഒരു പി വി കർവ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്, എല്ലാ ഗ്യാസുകളും എന്ത് ചെയ്യുന്നില്ല, ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യുന്നില്ല. അവർ ചെറിയൊരു ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഡീവിയേഷനാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹൈ പ്രഷർ നോക്കുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ്റെ വോളിയം എന്ന് പറയുന്നത് കൂടുതലാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. അപ്പോൾ ഈ ഒരു കർവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റിയൽ ഗ്യാസ് കാണിച്ചിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസും കാണിച്ചിട്ടുണ്ട്. വോളിയം നോക്കുന്ന സമയത്ത് ഹൈ പ്രഷറിൽ ആർക്കാണ് വോളിയം കൂടുതൽ? റിയൽ ഗ്യാസിനല്ലേ വോളിയം കൂടുതൽ, ആണോ? അതെ. അപ്പം ഹൈ പ്രഷറിൽ ഹൈഡ്രജൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് കൺസിഡർ ചെയ്ത സമയത്ത് അഥവാ കാൽക്കുലേറ്റഡ് വോളിയത്തിനേക്കാളും കൂടുതലാണ്. ഇനി ലോ പ്രഷർ ആണെന്നുണ്ടെങ്കിലോ മെഷേർഡ് വോളിയം കാൽക്കുലേറ്റഡ് വോളിയം ആയിട്ട് അപ്രോക്സിമേറ്റ്ലി കമ്പയറബിൾ അല്ലേ, അല്ലായിരുന്നോ? അതെ. നോക്കൂ, ഇവിടെ നമ്മൾ വോളിയത്തിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ടല്ലേ നമുക്ക് വരുന്നത്. അപ്പം ലോ പ്രഷറിൽ ഹൈഡ്രജൻ്റെ മെഷേർഡ് വോളിയം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് വോളിയവുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പി വി വേഴ്സസ് പി പ്ലോട്ട് വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക, റിയൽ ഗ്യാസിനും ഐഡിയൽ ഗ്യാസിനും. പി വി വേഴ്സസ് പി പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനത്തെ കർവാണ് കിട്ടുക? ഈ കർവ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? പി വി വേഴ്സസ് പി പ്ലോട്ട് ഏത് ലോലാണ് നമ്മൾ പഠിച്ചത്? ഇതെവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ പി വി വേഴ്സസ് പി പ്ലോട്ട് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരു കർവായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ്. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഏത് പ്രഷർ എടുത്തു കഴിഞ്ഞാലും അതിലെ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഐഡിയൽ ഗ്യാസിൻ്റെ കർവ് ഇങ്ങനെയാണ് ഈ ഒരു പ്ലോട്ടിൽ വരിക, പി വി വേഴ്സസ് പി പ്ലോട്ടിൽ വരിക. ഇനി നമ്മൾ റിയൽ ഗ്യാസിൻ്റെതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണ് മീഥെയിൻ, സെക്കൻഡ് വണ്ണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെഡ് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, മൂന്ന് ബ്ലാക്ക് ഉണ്ട്. അതിലൊന്ന് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത്
ഈ ഒരു രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണോ നമുക്ക് ഈ 3 ഗ്യാസ് എടുത്ത സമയത്ത് കിട്ടിയത്? ആണോ? അല്ല. അല്ല. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കേസ് എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പി വി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ഡീവിയേഷൻ ആണ് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആണോ? ഈ ഐഡിയൽ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഇതല്ലേ? അപ്പം ഹൈഡ്രജനും ഹീലിയവും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പി വി വാല്യൂ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മീഥെയിൻ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാർബൺ മോണോക്സൈഡും വരാട്ടോ. ചിലപ്പം ഇത് മാറിപ്പോയതാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും, ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ മീഥെയിൻ എടുക്കുന്ന സമയത്ത് ആദ്യം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ഡീവിയേഷനാണ് കാണുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് അല്ലേ? ഈ ഒരു ഐഡിയൽ ഗ്യാസിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അതിനുശേഷം അതെന്താണ്? ഒരു മിനിമം വാല്യൂ എത്തിയതിന് ശേഷം പിന്നെ അതെന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻക്രീസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോവാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഈ പി വി വേഴ്സസ് പി പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് കർവ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ കണ്ടീഷനിലും റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. അതല്ലേ നമുക്ക് ഈ രണ്ട് കർവ് എന്ന് മനസ്സിലായ കാര്യം അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ പ്രഷർ കൂടുന്ന സമയത്ത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുന്നില്ലേ? പ്രഷർ കൂടുന്ന സമയത്ത് അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നില്ലേ? നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു? മനസ്സിലായി. ഇവിടെ പ്രഷർ കൂടുന്ന സമയത്താണ് ഈ ഗ്യാസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്തിലേക്ക് മാറുന്നത്? പോസിറ്റീവ് ഡീവിയേഷനിലോട്ട് മാറുന്നത്. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ എല്ലാ സമയത്തും കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു രണ്ട് കർവ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി. ദെൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് എക്സ് ആക്സിസിന് പാരലൽ ആണ്. ഇനി റിയൽ ഗ്യാസ് എന്ന് പറയുന്ന കേസിൽ ആ ഗ്രാഫ് എന്തല്ല? സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതിൽ സിഗ്നിഫിക്കൻ്റ് ഡീവിയേഷൻ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട് ടൈപ്പ്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, അത് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കേസിലാണ്. അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പി വി വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിനൊക്കെ ആണെന്നുണ്ടെങ്കിലോ അവിടെ ആദ്യം നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്, പിന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിച്ച ഒരു മിനിമം വാല്യൂ എത്തിയതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം അതൊന്ന് മനസ്സിലായി. റിയൽ ഗ്യാസ് എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യുന്നില്ല? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഏതാണ് ഇതിൻ്റെ ആൻസർ വരിക? ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ഏതാ ആൻസർ വരിക? പറ. ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. Completely deviate from ideal gas behavior under all conditions, like an ideal gas at low temperature and high pressure. ഏതാ വരിക? എ ആണ് വരിക. ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ് at high temperature and low pressure ആണ് കേട്ടോ. നേരെ തിരിച്ചിട്ടാണ് വരേണ്ടത്, എന്നാൽ മാത്രമേ അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുള്ളൂ. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്? ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്ത് കാണിക്കുന്നുണ്ട്? ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ, അത് തെറ്റാണ്, ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ്
ഐഡിയൽ ബിഹേവിയർ അണ്ടർ ഓൾ കണ്ടീഷൻസ്. എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യുന്നില്ല, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഡീവിയേഷൻ കാണിക്കുന്നില്ല. ഓക്കെ. ദെൻ ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ അല്ല, നേരെ തിരിച്ചിട്ടാണ് ഇത് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നിട്ടുള്ളതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എ എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം ദിസ് ക്വസ്റ്റ്യൻ, റിയൽ ഗ്യാസ് ബിഹേവ് ആസ് ഐഡിയൽ ഗ്യാസ് അറ്റ് ഏതാണ്? റിയൽ ഗ്യാസ് ബിഹേവ് ആസ് ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ദെൻ ഓക്കെ. അപ്പോൾ അത്രയുമാണ് നമുക്ക് ആ ഒരു കർവിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഡീവിയേഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഇത് കുറച്ചൊരു ലോജിക്കും അതേപോലെ ഒരു കാൽക്കുലേഷനും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് മോളാർ വോളിയാണ് കമ്പാരിസന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അവിടെ വോളിയത്തിനെ പ്രഷറിൻ്റെ ടേമിൽ നമ്മൾ ഫങ്ഷൻ ഓഫ് എ പ്രഷർ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്താണ്? അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പി വി = NRT പഠിച്ചിട്ടുണ്ട്. അതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൈ കമ്പയറിങ് ഒബ്സർവ്ഡ് മോളാർ വോളിയം റിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം വിത്ത് കാൽക്കുലേറ്റഡ് ഐഡിയൽ മോളാർ വോളിയം ആസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നിങ്ങൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. y = f(x) എന്നുള്ളത്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? y ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ വോളിയത്തിന് എന്തെടുക്കുകയാണ്? പ്രഷറിൻ്റെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എടുക്കുകയാണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ പി വി = NRT എന്നുള്ളതല്ലേ? ആണോ? വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? വി = NRT/P എന്ന് എഴുതി കൂടെ? ഇവിടെ എം എന്ന സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മോളാർ വോളിയം ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് Vm = NRT/P എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ സർ. ഓക്കെ. ദെൻ ഈ ഒരു റേഷ്യോ, എന്തിൻ്റെ റേഷ്യോ? മോളാർ വോളിയത്തിൻ്റെയും അഥവാ റിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയത്തിൻ്റെയും ഐഡിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയത്തിൻ്റെയും റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ അഥവാ Z എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മളിവിടെ മോളാർ വോളിയാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടെണ്ണത്തിൻ്റെ മോളാർ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യണം. ഏതിൻ്റെയൊക്കെയാണ്? ഏതൊക്കെ ഗ്യാസിൻ്റെ മോളാർ വോളിയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഐഡിയൽ, റിയൽ. ഒന്നാമത്തേത് ഐഡിയൽ ആണ്, രണ്ടാമത്തേത് റിയൽ ഗ്യാസ് ആണ്. അതിൻ്റെ മോളാർ വോളിയത്തിൻ്റെ റേഷ്യോനെ നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് എന്ത്? കംപ്രസിബിലിറ്റി ഫാക്ടർ അഥവാ Z എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം റിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം ഡിവൈഡഡ് ബൈ ഐഡിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റിയൽ ഗ്യാസിൻ്റെ വോളിയം നമ്മൾ Vm എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം നമുക്ക് എന്തെന്ന് റെപ്രസെൻ്റ് ചെയ്യുക? Vm എന്ന് പറയുന്നത് NRT/P അല്ലേ? ആണോ? അതെ. അങ്ങനെ എഴുതിക്കൂടെ? NRT/P എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക? ഈ പ്രഷറിനെ മുകളിലേക്ക് കൊണ്ടുപോവാം. അപ്പം നമുക്ക് PV റിയൽ ബൈ NRT എന്ന് കിട്ടും. ഓക്കെ ആണോ? ദാറ്റ് ഈസ് Z = PV റിയൽ ബൈ NRT. അപ്പോൾ നിങ്ങളോട് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയും കാര്യമാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മോളാർ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ടു ദ മോളാർ വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു Vm റിയൽ ബൈ Vm ഐഡിയൽ. Vm റിയൽ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഐഡിയൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിക്ക് പകരം NRT/P എന്ന് കൊടുക്കാം. ഇത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഡിനോമിനേറ്ററിലുള്ളതല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ നമുക്ക് PV റിയൽ ബൈ NRT എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് Z = PV റിയൽ ബൈ NRT.
ഇനി പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആവണമെന്നുണ്ടെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ എന്ത് വരണം? ഇപ്പം നമുക്ക് കിട്ടിയത് സെഡ് ഇസ് ഈക്വൽ ടു പി വി റിയൽ ബൈ എൻ ആർ ടി എന്നാണല്ലോ. ആണോ? Yes, sir. അതെ. അവിടെ നിന്ന് നമുക്ക് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടണമെന്ന് വിചാരിക്കാം. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടണമെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ എന്താവണം? 1 ആവണം. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ സെഡിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇൻ ദ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പം സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. റിയൽ ഗ്യാസിൻ്റെ കേസിൽ പി വി നോട്ട് ഈക്വൽ ടു എൻ ആർ ടി ആണ്. അതുകൊണ്ട് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയല്ല? 1 അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ സെഡിൻ്റെ വാല്യൂ, സെഡ് ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ സെഡ് ഈക്വൽ ടു 1 വരികയാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആണ്. സെഡ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് റിയൽ ഗ്യാസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയൽ ഗ്യാസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെഡിൻ്റെ വാല്യൂ എന്തല്ല എന്ന് പറഞ്ഞു? 1 അല്ല എന്ന് പറഞ്ഞു. ഇനി 1 അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1നേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ 1നേക്കാൾ കുറവാവാം. ആയിക്കൂടെ? സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. സെഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? റിയൽ ഗ്യാസ് ആണ്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1നേക്കാൾ കൂടുതലുള്ളതാവാം, അല്ലെങ്കിൽ 1നേക്കാൾ കുറവുള്ളതാവാം. ആയിക്കൂടെ? ആവാൻ പറ്റുമോ? ആ, അപ്പോൾ സെഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സെഡിൻ്റെ വാല്യൂ 1നേക്കാൾ പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ വരാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1നേക്കാൾ ചെറുതായിട്ടുള്ളൊരു വാല്യൂ വരാം. ഇനി ആ ഒരു കേസിൽ സെഡിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈനൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു? താഴോട്ട് പോയിട്ട് മുകളിലേക്ക് വന്ന ആളുകളില്ലേ? ഓർമ്മയുണ്ടോ? ആ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണുക നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. എന്ത് ഡീവിയേഷൻ ആണ്? നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്, ശ്രദ്ധിച്ചോ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഗ്യാസ് ഈസ് മോർ കംപ്രസിബിൾ ദാൻ എക്സ്പെക്റ്റഡ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. അങ്ങനെ റിയൽ ഗ്യാസ് സെഡ് ലെസ് ദാൻ 1 ഉള്ള ആളുകൾ, നെഗറ്റീവ് ഡീവിയേഷൻ കാണുന്ന ആളുകളെ, അത്തരം ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്തിട്ട് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ആ ഗ്യാസ് എന്ന് പറയുന്നത് ലെസ് കംപ്രസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സെഡ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, മീഥൈൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നിട്ട് സെഡ് ലെസ് ദാൻ 1 വരുന്ന ആളുകളെയും സെഡ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന ആളുകളെയും വേർതിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? സെഡ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത് ആർക്കൊക്കെയാ? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ആരൊക്കെയാ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? ഹൈഡ്രജൻ, ഹീലിയം. ഓക്കെ, ഹൈഡ്രജനും ഹീലിയവും. സെഡ് ലെസ് ദാൻ 1 വരുന്ന ആർക്കൊക്കെയാ? മീഥൈനും കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? സെഡ് ലെസ് ദാൻ 1 പറഞ്ഞു, സെഡ് ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞു. ദെൻ ഇനി നാച്ചർ ഓഫ് ഗ്യാസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഡീവിയേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ നമുക്ക് ലോ പ്രഷറിൽ കംപ്രസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ പ്രഷറിൽ അവർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ആകുന്ന സമയത്ത് അവരെ കംപ്രസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആ കർവ് കണ്ടാൽ മനസ്സിലാവില്ലേ? താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ലോ പ്രഷറിലാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമുക്ക് അവരെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഹൈ പ്രഷർ പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കംപ്രസ് ചെയ്യാൻ പറ്റുമോ?
പറ്റുമോ? ഹൈ പ്രഷർ ആണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഹൈഡ്രജനും ഹീലിയവും ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് അവരെയും കംപ്രസ് ചെയ്യാൻ എന്താണ്, ബുദ്ധിമുട്ടാണ്. ദെൻ അടുത്തൊരു ടേം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ്. ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു ടേം ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ച് കാണലുണ്ട്. വാട്ട് യു മീൻ ബൈ ബോയിൽ ടെമ്പറേച്ചർ എന്നുള്ളത്. ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ at which the behavior of a gas is very close to ideal behavior for a wide range of pressure is known as boil temperature. അവിടെ പറയുന്നത് എന്താണ്, ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അല്ലെ ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷറിന് പറയുന്ന അല്ലെ ആ ഒരു ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് എന്ത്, ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു ഗ്യാസ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കും ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷറിൽ. ഒരു പെർട്ടിക്കുലർ പ്രഷർ റേഞ്ചിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ആ ഒരു ടെമ്പറേച്ചറിന് പറയുന്ന പേരാണെന്ത്, എന്തെന്നാ പറയുക, ബോയിൽ ടെമ്പറേച്ചർ. ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക, എവിടെയെങ്കിലും ഓർത്ത് വെക്കുക. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ലോസ് ഓവർ ആൻ അപ്രിഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ. അല്ലെ നമുക്ക് ഈ ഒരു രീതിയിലും പഠിച്ചു വെക്കുക. അത് ഞാനിപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതിയാൽ മതി, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the behavior of a gas is very close to ideal behavior. ഒരു ഗ്യാസിൻ്റെ ബിഹേവിയർ ഐഡിയൽ ബിഹേവിയർ ആവുന്നൊരു ടെമ്പറേച്ചർ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ, ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷറിൽ ഈസ് നോൺ ആസ് ബോയിൽ ടെമ്പറേച്ചർ. ദെൻ ബോയിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ആർ. എ ബൈ ബി ആർ എന്ന് പറയുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ ജസ്റ്റ് ഇതാണ് ഇക്വേഷൻ എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. എ എൻ ബി എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതൊക്കെ എന്താണ്, കോൺസ്റ്റൻറ്റുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ.